കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 10:30 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഗാർഡ് ഓഫ് ഓണർ അടക്കം സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാജ്ഭവനിലുണ്ടായിരുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് വളരെ ഹ്രസ്വമായ ചടങ്ങ് മാത്രമായിരുന്നെങ്കിലും മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ വിപുലമായ രീതിയിലാണ് സത്യപ്രതിജ്ഞയ്ക്ക് രാജ്ഭവൻ വേദിയായത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും മറ്റെല്ലാവരും വേദിയിലെത്തി ഗവർണർക്ക് പൂച്ചെണ്ട് നൽകിയും ഷാൾ അണിയിച്ചും അനുമോദിച്ചു. സാമൂഹ്യ സാംസ്കാരിക സാമുദായിക രംഗത്തെ പ്രമുഖരും ചടങ്ങിനെത്തിയിരുന്നു. മാതാ അമൃതാനന്ദമയി മഠത്തെ പ്രതിനിധീകരിച്ച കൈമരം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി സന്നിഹിതനായിരുന്നു. ഗവർണറെ നേരിട്ട് കണ്ട് അനുമോദനം അറിയിച്ച ശേഷമാണ് സ്വാമി ശിവാമൃതാനന്ദപുരി മടങ്ങിയത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ ഏറ്റുമുട്ടി വിവാദങ്ങളുടെ പരമ്പര തന്നെ അരങ്ങേറിയിരുന്ന പശ്ചാത്തലത്തിൽ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ആകാംക്ഷ ജനിപ്പിക്കുന്നു. താൻ സർക്കാരുമായി ഏറ്റുമുട്ടാനല്ല, സഹായിക്കാനാണ് വരുന്നതെന്ന രാജേന്ദ്ര അർലേക്കറുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഏറെ പ്രതീക്ഷയോടെ സർക്കാർ കാണുന്നു. അതുകൊണ്ട് തന്നെ ഗവർണറെ വിമാനത്താവളം മുതൽ സ്വീകരിച്ച ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലും മുഖ്യമന്ത്രി ഭാര്യാസമേതമെത്തി ചായ സൽക്കാരത്തിലും പങ്കെടുത്ത് വളരെ സന്തോഷപൂർവ്വമാണ് മടങ്ങിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.